ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹോം മെയ്ഡ് ക്ലേ ആട്ടോ. നമ്മുടെ വീട്ടിലുള്ള മണ്ണുകൊണ്ട് തന്നെ എളുപ്പത്തിലാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല മണ്ണെടുക്കുക. കല്ലും മുള്ളൊക്കെ ഉള്ള മണ്ണെടുക്കുകയാണെങ്കിൽ തന്നെ അരിച്ചാൽ നല്ല പാടാക്കാറ് കേട്ടോ. ഞങ്ങളിത് ഇങ്ങനത്തെ ഒരു മണ്ണാണ് കേട്ടോ എടുത്തിരിക്കണത്. നല്ല ചുവന്ന മണ്ണാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ കുറേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കുക. എന്നിട്ട് കുറേ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതേമാതിരി കിട്ടും. ഇത് എന്തിനെങ്ങനെ വെക്കണമെന്ന് വെച്ചാൽ ഇത് കട്ടാള പോലെ മണ്ണൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പുതിർന്ന് കിട്ടാനാണ് കേട്ടോ. എന്നിട്ട് ഇതേമാതിരി ഒരു ചെമ്പട്ടിയാണ് ഞങ്ങൾ എടുത്തിരിക്കണത്. ഇതിൻ്റെ മുകളിൽ കൂടി തുണിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കല്ലും മുള്ളൊക്കെ കിട്ടും. ഇതൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കാം. മേലെ കയറാൻ കല്ലും മുള്ളൊക്കെ. ഇത് പെട്ടെന്നൊന്നും പോകില്ല. നിങ്ങൾ ഇങ്ങനത്തെ തുണി എടുക്കരുത് കേട്ടോ. ഞങ്ങൾ അറിയാതെ കോട്ടൻ്റെ തുണിയാണ് എടുത്തിനത്. പിന്നെ ഞങ്ങൾ വല പോലെയുള്ള തുണിയാണ് എടുത്തത്. അപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് കിട്ടീനു കേട്ടോ. ഇപ്പോൾ ഇതാ കുറേ കല്ലും മുള്ളൊക്കെ ഞങ്ങൾക്ക് കിട്ടി തുടങ്ങിയേനു കേട്ടോ. അത് ഇങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ അരിച്ചരിച്ച് അയക്കണത്. ഞങ്ങൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഹെൽപ്പിങ്ങിനായി ആൾക്കാരുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. അതേമാതിരി ഇതാ കുറേ ഒന്നാക്കി കൊടുക്കുമ്പോൾ കുറേ ടൈം വേണം കേട്ടോ ഇതിൽ ഏറ്റവും ടഫുള്ള പണി ഇതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് അരിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ ഒരു 12 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഇത് എന്തിനങ്ങനെ വെക്കണമെന്ന് വെച്ചാൽ മണ്ണ് അടിക്കും വെള്ളം മേലക്കും വരാനായിട്ടാണ് കേട്ടോ. പിന്നെ ഇതിൽ ബാക്കി വരുന്ന വെള്ളമൊക്കെ നമ്മൾ എടുത്ത് കളയുന്നുണ്ട് കേട്ടോ. പിന്നെ തുള്ളി വെള്ളമാകുമ്പോൾ നമ്മളത് സ്പോഞ്ച് വെച്ചിട്ട് ഒന്ന് എടുത്ത് പീഞ്ഞാട്ടോ കളയുന്നത്. നിങ്ങൾക്ക് സ്പോഞ്ച് ഇല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഒരു തുണി മെല്ലൊന്ന് ഡിപ്പ് ചെയ്ത് എടുത്ത് കളഞ്ഞാൽ മതി കേട്ടോ. പിന്നെ സ്പോഞ്ച് ഇതാക്കുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ആകുമ്പോൾ ഒന്ന് ചെരിച്ച് വെക്കണം നല്ല കേട്ടോ. എന്നാൽ കുറച്ച് വെള്ളം ഒന്നും ഇങ്ങനെ ഇങ്ങോട്ട് വരും കേട്ടോ. അങ്ങനെ നമ്മൾ ഈ സ്പോഞ്ച് കൊണ്ട് കുറേയൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഈ സ്പോഞ്ച് കൊണ്ട് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ഗതികേട് എന്താ വെച്ചാൽ നമ്മളത് പെട്ടെന്നാണ് ഇളകി പോകും കേട്ടോ. അതാണുള്ളൊരു ഗതികേട്. ഇപ്പോൾ ഇത് ഇങ്ങനെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മളിതൊരു തുണി ഏതിനൊക്കെ കെട്ടി വെച്ചിട്ട് അതിക്ക് തൊയ്ക്കാൻ പോവുകയാണ്. നല്ലോണം മിക്സ് ആക്കിയിട്ട് വേണം കേട്ടോ ഒഴിക്കാൻ. മിക്സ് ആക്കിയിട്ട് ഒഴിക്കണം എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കുറേ ടൈം ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അടിയിൽ മണ്ണ് അടിഞ്ഞിട്ട് കൂടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളതൊന്ന് ഇളക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമ്മൾ ഇതിലത്തെ കുറേ വെള്ളം കണ്ടോ. ഈ വെള്ളമൊക്കെ വറ്റാൻ വേണ്ടിയിട്ട് ഇതേപോലെ കിഴി കെട്ടി തൂക്കിയിടണം കേട്ടോ. ഈ കെട്ടി തൂക്കിയ കിഴി മിനിമം ഒരു ദിവസമെങ്കിലും ഒന്ന് വെക്കണം കേട്ടോ. എന്നിട്ട് ഈ കിഴിയൊന്ന് അയച്ചെടുക്കുമ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഒരു കുറച്ചൊക്കെ വെള്ളം ഉണ്ടാവും. പിന്നെ നമ്മളിതൊരു തുണിയിൽ ഇങ്ങനെ പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വെയിലൊന്നും തട്ടാത്ത സ്ഥലത്ത് വെക്കണം കേട്ടോ. നമ്മളങ്ങനെ 3 കിഴിയിൽ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ രണ്ടാമത്തെ കേട്ടോ. അങ്ങനെ പരത്തി എടുക്കുന്നതിന് ഇതെന്താ വെച്ചാൽ പെട്ടെന്നൊന്ന് ഉണങ്ങി കിട്ടും. പിന്നെ വെയിലത്ത് വെച്ചാൽ നല്ല ഹാർഡാവും കേട്ടോ. നമുക്കിത് സെറ്റായി വരാൻ ഒരു 18 മണിക്കൂറായിട്ട് എടുത്തിരിക്കണത്. ഞങ്ങൾ കുറച്ച് വൈകിപ്പോയിട്ടോ. ഇത്തിരിയെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവണം കേട്ടോ. ഇതിപ്പോൾ ഞങ്ങളത് വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞു പോയി. അപ്പോൾ നമ്മൾ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓവറായിട്ടൊന്നും ആഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം കുഴച്ച് ഇതാ ഇങ്ങനെയാണ് കിട്ടിയിരിക്കണത് കേട്ടോ. നല്ല പോലെ നമ്മളിത് വർക്കിംഗ് ആണ് കേട്ടോ. ഇനി നമുക്ക് കിട്ടിയ ക്ലേ ഒന്ന് ഷേപ്പാക്കി എടുത്തതിന് ശേഷം 2 പ്ലാസ്റ്റിക് കവറിലിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മളൊരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലാട്ടോ ഇട്ടിരിക്കണത്. പിന്നെ ഇങ്ങനെ എടുത്തേക്കണെന്ന് വെച്ചാൽ ഇതിക്ക് കാറ്റോ വെയിലോ ഒന്നും തട്ടാൻ പറ്റൂല കേട്ടോ. ഇതൊക്കെ തട്ടിയാൽ ഇത് കട്ട പിടിച്ച് പോകും കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സെക്യൂർ ആയിട്ട് ഇത് വെക്കണേ കേട്ടോ. അപ്പോൾ ഇതേമാതിരി നമ്മളിത് വെച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. നല്ല വർക്കിംഗ് ആണ് കേട്ടോ നമ്മളെ. ഇനി നമ്മൾ വരും വീഡിയോസിലൊക്കെ ഇതുകൊണ്ടൊക്കെ ഓരോരോ സാധനങ്ങൾ അപ്പോൾ ബാക്കി നാളെ.